ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു സാധനം ഉണ്ടാക്കിയാലോ. കറിയൊന്നും അല്ല കേട്ടോ, കറിയും മരുന്നൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നൊരു പൂ ഉണ്ടാക്കിയാലോ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു സൗന്ദര്യമാക്കാൻ വേണ്ടി. നല്ല ഭംഗി സോക്കേഴ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതുണ്ടാക്കാം നമുക്ക്. ഇതേപോലത്തെ മാറ്റുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അന്നേരം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് കൂട്ട് മാറ്റി മേടിക്കണം. അത് മുറിച്ചിട്ട് റൗണ്ടാക്കിയിട്ട് ഇതേപോലെ തുന്നിയെടുക്കണം. ഇങ്ങനെ ഇത് തുന്നിയെടുത്ത് നല്ല ഭംഗിക്കാക്കണം. അങ്ങനെ തുന്നിയെടുത്തിട്ടാണ് ഇതേപോലെ പൂവാക്കണം. ഇതേപോലെ ചുറ്റിനും തുന്നിയെടുത്ത് ഇതേപോലെ പൂവാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം. ഇതേപോലെ പിടിപ്പിച്ചെടുക്കണം. മുത്തൊക്കെ പിടിപ്പിക്കണം കേട്ടോ. പണി തീർന്നിട്ടില്ല. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കഷ്ണം ആക്കിയെടുത്തു. അതിങ്ങനെ കോണ് വെച്ച് മുറിച്ച് ലെവലാക്കാൻ പറ്റുന്ന പോലെ ആക്കിയെടുക്കണം. കാണുന്നില്ല, ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നിവർത്തിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണെന്ന് വയ്ക്കുക. ഇതുപോലൊരു സൂചി നൂലും എടുക്കണം. ഇത് തയ്ക്കാനുള്ള ക്രാഫ്റ്റ് ചെയ്യുന്ന നൂല് തരാൻ പറഞ്ഞാൽ മതി. അതിങ്ങനെ എടുക്കുക. ഈ ഓട്ടയിൽ കൂടെ ഇങ്ങനെ ഇടുക. മൊത്തം മെടഞ്ഞെടുക്കണം. ഇതിങ്ങനെ ഫുള്ള് ഇതെല്ലാം ആക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കണമെങ്കിൽ. ക്ഷമയില്ലെങ്കിൽ കട്ട പോകുക കാര്യം. പെട്ടെന്ന് നമുക്ക് എന്നാ പറയുക, വേഗം ആവണമെന്നുള്ളൊരു തിരക്കല്ലേ. പിന്നെ ഇതിനൊക്കെ നേരം വേണം കേട്ടോ. ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഓരോ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കും. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇതെല്ലാം കാണിച്ചു തരാം എന്നോർത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ ഫുള്ള് റൗണ്ട് ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഉണ്ടാവും മൂലയ്ക്ക്. അങ്ങനെ അത് റൗണ്ടാക്കി കഴിഞ്ഞു. ഇനി പൂ തയ്ക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല സൈഡിൽ ഇവിടെ 2 പൂ വേണം. അപ്പം ഇവിടെയും വേണം. നമ്മളിങ്ങനെയല്ലേ പിടിക്കുന്നത്. അപ്പം ഇവിടത്തേക്കുള്ള പൂവ് ഈ നൂല് മുറിക്കരുത്. അത് ഫുള്ള് അടിയിലേക്ക് ഇടണം. എന്നിട്ട് ഇവിടെ കുത്തണം. അപ്പം ആ കെട്ട് അഴിഞ്ഞും പോവില്ല, ടൈറ്റും ആയിരിക്കും. എന്നിട്ട് തിരിച്ചത് അങ്ങോട്ട് തന്നെ ഒന്നും കൂടെ വെക്കണം. ഇത് കണ്ടോ, ഇത് സെറ്റായില്ലേ. അപ്പോൾ ഇനി ഇവിടേക്ക് തന്നെ ഒരെണ്ണം കൂടി എടുത്ത് ഒരു കുത്തിവിടെ നമുക്ക് പൂവാക്കണ്ടേ, ഒരു പൂവിൻ്റെ മോഡലാക്കണ്ടേ. ഇനി ഇങ്ങോട്ടൊരു പൂവ് അതിന് ഈ കുഴിയിൽ തന്നെ കുത്തണം, കട്ടിക്കാക്കണം. ഇത്രയും മതി. ഒത്തിരി നീളമായി കഴിഞ്ഞാലും ആ പൂവിൻ്റെ ഭംഗി കുറയും. വേണോ ഇനി അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കുത്തുക. ഇനി ഇത്രയും മതി കേട്ടോ. ഇത്രയും കൊണ്ട് ഇങ്ങനെ കുത്തും. കെട്ടുകൊടുങ്ങാൻ നോക്കണേ. ഇത്ര ആയില്ലേ. ഇനി അടുത്തത് ഈ കോതിയിൽ ഒരു പൂവിൻ്റെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയുള്ളൊരു കട്ടപ്പാടിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ കുത്ത്. ഇപ്പം കണ്ടോ നല്ല ഭംഗിയായില്ലേ. ഇനി ഒരു കുത്ത് ഇവിടെ കൊടുക്കുക. എന്താ ഇവിടെ ഇപ്പോൾ ഒരു പൂവിൻ്റെ ഒരു ഭംഗിയായില്ലേ. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും കുത്തുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതേപോലെ ഇരിക്കണം. ഇത് കണ്ടോ, ഞാൻ ഒരെണ്ണം ആക്കിയത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. ബാക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് തുന്നി ഇങ്ങനെ എടുക്കണം. തുന്നി പിടിപ്പിച്ച് ഇങ്ങനെ തുന്നി കെട്ടി വെക്കണം നമുക്കൂടെ.
നോക്കിക്കേ, ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാ കേട്ടോ. ആർക്കെങ്കിലും വേണേൽ പറഞ്ഞേക്കോ കേട്ടോ, ഞാൻ ഉണ്ടാക്കി തരും. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ടാക്കി ഒന്നവിടെ തൂക്കിയിട്ട് നോക്കിക്കോ കേട്ടോ. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണേൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. ഉണ്ടോ കുപ്പി കൊണ്ടുണ്ടാക്കിയത്. അതിൻ്റെ ഫിനിഷായില്ല, കുറച്ചും കൂടി ഉണ്ട്, ഒരു ലേശം കൂടി ഉണ്ട് വെക്കാൻ. എന്നാലും ഇത് കണ്ടോ ഭംഗിയുണ്ടേ പറയണം കേട്ടോ.